അപ്പം മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് എന്ന വിഷയത്തിലെ 2ാം പാഠഭാഗമാണ്. ദ എസൻസ് ഓഫ് ചേഞ്ച്, മാറ്റത്തിൻ്റെ പൊരുൾ. ഇതിൻ്റെ ആദ്യ 2 ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാമത്തെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിച്ച് ഫോം ഓഫ് എനർജി അണ്ടർഗോസ് ചേഞ്ച് ഇൻ ഈച്ച് സിറ്റുവേഷൻ, അതായത് ഈ ഓരോ സിറ്റുവേഷനിലും ഏത് എനർജിക്കാണ് ചേഞ്ച് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏത് ഊർജ്ജം ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ ഫോം ഓഫ് എനർജി പ്രൊഡ്യൂസ്ഡ്, എന്നിട്ട് ആ ഊർജ്ജം ഉപയോഗിച്ച് ആ ഊർജ്ജത്തിനെ എന്താക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, എന്താക്കി മാറ്റുകയാണ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചിത്രം നമുക്ക് നോക്കാം. ബേണിംഗ് ഓഫ് ഫയർവുഡ്, അതായത് ഇവിടെ ഒരു അടുപ്പിൽ വിറക് ഉപയോഗിച്ച് കത്തിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം വിറക്, തടി തുടങ്ങിയ വസ്തുക്കളിലെല്ലാം ഉള്ളത് കെമിക്കൽ എനർജിയാണ്, രാസഊർജ്ജമാണ് അതിനകത്തുള്ള എനർജി. ഈ കെമിക്കൽ എനർജിയെ ഉപയോഗിച്ച് ഇവിടെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടാൽ അറിയാം ഹീറ്റ് എനർജി, ചൂടും അതായത് താപ ഊർജ്ജവും ലൈറ്റ് എനർജിയുമാണ്, പ്രകാശ ഊർജ്ജവുമാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അടുത്ത 2ാമത്തെ ചിത്രം നോക്കിയാൽ ഒരു പടക്കം പൊട്ടിക്കുന്ന ഒരു ചിത്രമാണ്. ഒരു സ്പാർക്ലർ ലിറ്റ് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചിത്രത്തിൽ കണ്ടാൽ അറിയാം ഈ പടക്കത്തിന് അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കെമിക്കൽ എനർജിയാണ്, രാസഊർജ്ജമാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈറ്റ് എനർജിയും സൗണ്ട് എനർജിയും ഹീറ്റ് എനർജിയുമാണ്. അതായത് പ്രകാശോർജ്ജം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഹീറ്റ് എനർജി ചെറിയ ചൂടുള്ളതുകൊണ്ട് താപോർജ്ജം ഉണ്ട്, പിന്നെ സൗണ്ട് എനർജി ശബ്ദോർജ്ജം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത 3ാമത്തത് ഒരു ടോർച്ച് കത്തിക്കുകയാണ്. ടോർച്ചിനകത്ത് നമുക്കറിയാം ടോർച്ചിനകത്ത് ബാറ്ററി ആണുള്ളത്. ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ളത് കെമിക്കൽസ് ആണ്. അപ്പോൾ നമുക്കറിയാം കെമിക്കൽ എനർജി ഉപയോഗിച്ചാണ് ഒരു ബാറ്ററി വർക്ക് ചെയ്യുന്നത്, ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ എനർജീനെ ഇത് കൺവേർട്ട് ചെയ്യുന്നത് ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് പ്രകാശ ഊർജ്ജവും താപോർജ്ജവുമായിട്ടാണ് ഇവിടെ മാറ്റുന്നത്. അടുത്ത ചോദ്യം, വിച്ച് സിറ്റുവേഷൻ ഇൻ ദ ഗിവൺ പിക്ചർ ഡസ് നോട്ട് യൂസ് ലൈറ്റ് എനർജി, ഇതിൽ ഏത് സിറ്റുവേഷനാണ് പ്രകാശം ആവശ്യമില്ലാത്തത്? നമ്മൾ ടോർച്ച് ആണെങ്കിൽ ലൈറ്റിൻ്റെ ആവശ്യമുണ്ട്. ഒരു ക്രാക്കർ, ഒരു പടക്കം പൊട്ടിക്കുകയാണെങ്കിലും നമുക്ക് അറിയാം ലൈറ്റിൻ്റെ ആവശ്യം അവിടെ ഉണ്ട്, ലൈറ്റ് വേണം. പിന്നെ നമ്മൾ അടുപ്പിൽ വിറക് കത്തിക്കുമ്പോൾ നമുക്ക് അവിടെ ചൂടാണ് ആവശ്യം, ലൈറ്റ് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ബേണിംഗ് ഓഫ് ഫയർവുഡ് ഇൻ ആൻ ഓവൻ, അതായത് ഒരു അടുപ്പിൽ വിറക് കത്തിക്കുമ്പോൾ നമുക്ക് അവിടെ ലൈറ്റിൻ്റെ ആവശ്യമില്ല. അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സിറ്റുവേഷൻ ഈ സൗണ്ട് എനർജി പ്രൊഡ്യൂസ്, ഇതിൽ ഏത് സിറ്റുവേഷനിലാണ് സൗണ്ട് എനർജി ശബ്ദോർജ്ജം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? അപ്പോൾ നമുക്കറിയാം ഒരു ക്രാക്കർ, ഒരു പടക്കം പൊട്ടിക്കുമ്പോഴാണ് ശബ്ദോർജ്ജം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത്, ഇൻ വിച്ച് സിറ്റുവേഷൻ ഈസ് ഹീറ്റ് എനർജി മെയ്ഡ് യൂസ് ഓഫ്, ഇതിൽ ഏത് സിറ്റുവേഷനാണ് താപം നമുക്ക് ചൂട് ആവശ്യമായിട്ടുള്ളത്? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ്, ഒരു ടോർച്ചിനകത്താണെങ്കിൽ നമുക്ക് ലൈറ്റ് മാത്രം മതി, ചൂട് വേണ്ട. ഒരു ക്രാക്കർ, ഒരു പടക്കം പൊട്ടിക്കുമ്പോഴും നമുക്ക് അവിടെ ലൈറ്റ് മതി, ലൈറ്റും സൗണ്ടുമാണ് ആവശ്യം, അവിടുത്തെ ഹീറ്റ് നമുക്ക് ആവശ്യമില്ല. പക്ഷേ അടുപ്പിൽ, നമ്മൾ ഓവനിലാണെങ്കിൽ നമുക്ക് അവിടെ ചൂടാണ് ആവശ്യം, ചൂട് ഉപയോഗിച്ചാണ് ആഹാരം പാചകം ചെയ്യുന്നത്. അടുത്തായിട്ട്, വെൻ ഐസ് മെൽറ്റ്സ്, അതായത് ഐസ് ഉരുകുമ്പോൾ എന്തെല്ലാം ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ട്രൈ ഡൂയിങ് ദ എക്സ്പെരിമെൻറ്റ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ ഒബ്സർവേഷൻ. ടേക്ക് സം ഐസ് ക്യൂബ്സ് ഇൻ എ ബീക്കർ ആൻഡ് ഹീറ്റ് ഇറ്റ് ഹാസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരു സ്പിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ചേഞ്ചസ് ഡു യു ഒബ്സർവ്, നമ്മൾ എന്തെല്ലാം ചേഞ്ചസ് ആണ് ഒബ്സർവ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഫോം ഓഫ് എനർജി വാസ് യൂട്ടിലൈസ്ഡ് ബൈ ഐസ് ടു അണ്ടർഗോ ദ ചേഞ്ചസ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ ഐസ് ചൂടാക്കുമ്പോൾ ഇത് ആദ്യം വെള്ളമായിട്ട് മാറുന്നു, പിന്നെ അത് നീരാവിയായിട്ട് പോവുകയാണ് ചെയ്യുന്നത്, വാട്ടർ വേപ്പറായിട്ട് മുകളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ആദ്യം വെള്ളമാകും, പിന്നെ അത് കുറച്ചും കൂടെ ചൂടാക്കുമ്പോൾ വാട്ടർ വേപ്പറായിട്ട് മാറും, സ്റ്റീമായിട്ട് മാറും, വാട്ടർ വേപ്പർ അല്ലെങ്കിൽ സ്റ്റീം. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഫോം ഓഫ് എനർജി വാസ് യൂട്ടിലൈസ്ഡ് ബൈ ഐസ് ടു അണ്ടർഗോ ദ ചേഞ്ചസ്, അതായത് ഇവിടെ മാറ്റത്തിന് വിധേയമാവാൻ ഐസ് ഏത് രൂപത്തിലുള്ള എനർജിയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചൂടാക്കുമ്പോൾ ഹീറ്റ് എനർജി ഉപയോഗിച്ചാണ് ഐസ് ചേഞ്ച് ചെയ്തത്, വാട്ടർ ആയത്. നൗ ഹീറ്റ് ദ വാട്ടർ ഒബ്റ്റൈൻഡ് വെൻ ഐസ് മെൽറ്റഡ്, നോട്ട് ഡൗൺ ദ ചേഞ്ചസ്, അതായത് ഇപ്പോൾ ഈ ഐസ് മെൽറ്റ് ചെയ്ത് ഉണ്ടായ വാട്ടറിനെടുത്ത് ഒന്നുകൂടി ഹീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ വാട്ടർ കുറച്ചും കൂടി ചൂട് എടുത്തതിന് ശേഷം സ്റ്റീമായിട്ട്, അതായത് നീരാവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ക്യാൻ ദ സ്റ്റീം ബി കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു വാട്ടർ,
വാട്ട് ചേഞ്ച് ഷുഡ് ബി ബ്രോട്ട് ഇൻ ടു ദ എബൌട്ട് ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് ടു മേക്ക് ദിസ് പോസിബിൾ. അതായത് ഈ സ്റ്റീമിനെ, ഈ നീരാവിയെ നമുക്ക് തിരിച്ച് വെള്ളമാക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചെയ്യാനായിട്ട് ഈ സ്പിരിറ്റ് ലാമ്പ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ നീരാവി തണുത്ത് വെള്ളമാകും. ഇതിനെ വീണ്ടും ഐസ് ആക്കണമെങ്കിൽ ഇതിനെ കുറച്ചും കൂടെ കൂൾ ചെയ്താൽ മതി. ഫ്രിഡ്ജിലെങ്ങാണം വെച്ച് അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ വീണ്ടും കൂളാവുകയാണ്, ഐസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വാട്ടറിനെ പിന്നെയും കൂൾ ചെയ്യുമ്പോൾ ഐസായിട്ട് മാറും. ആദ്യം സ്റ്റീമാണ്, സ്റ്റീമിനെ കൂൾ ചെയ്തപ്പോൾ നമുക്ക് വാട്ടറായിട്ട് മാറി. പിന്നെ അതിനെ റെഫ്രിജറേറ്ററിലെങ്ങാണം വെച്ച് കുറച്ചും കൂടി കൂൾ ചെയ്യുകയാണെങ്കിൽ അത് ഐസായിട്ട് മാറും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഐസ് അബ്സോർബ്സ് ഹീറ്റ് എനർജി ആൻഡ് ചേഞ്ചസ് ഇൻ ടു വാട്ടർ. അതായത് ഐസ് താപോർജ്ജം സ്വീകരിച്ച് ദ്രാവക അവസ്ഥയിലുള്ള ജലമായിട്ട് മാറുന്നു. അതാണ് ഐസ് അബ്സോർബ്സ് ഹീറ്റ് എനർജി ആൻഡ് ചേഞ്ചസ് ഇൻ ടു വാട്ടർ ഇറ്റ്സ് ലിക്വിഡ് സ്റ്റേറ്റ്. അതായത് ഐസ് ഹീറ്റ് എനർജീനെ അബ്സോർബ് ചെയ്ത് വലിച്ചെടുത്തിട്ട് വാട്ടറായിട്ട് മാറുന്നു. വാട്ടർ ഫർദർ അബ്സോർബ്സ് ഹീറ്റ് എനർജി ആൻഡ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം. അതായത് ഈ ജലം, ഈ വെള്ളം പിന്നെയും ഹീറ്റിനെ അബ്സോർബ് ചെയ്തതിനു ശേഷം സ്റ്റീം, നീരാവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി വെൻ സ്റ്റീം ലോസസ് ഹീറ്റ് ഇറ്റ് അഗെയിൻ ചേഞ്ചസ് ഇൻ ടു വാട്ടർ. അതായത് ഇപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഹീറ്റ് എനർജി ഉള്ളത് നമുക്കറിയാം സ്റ്റീമിനാണുള്ളത്. അതായത് ഐസ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വാട്ടറായി, ഈ വാട്ടർ പിന്നെയും ഈ ചൂടിനെ അബ്സോർബ് ചെയ്താണ് സ്റ്റീം ആയത്. ഈ നീരാവി ഈ ചൂടിനെ വിട്ട് കളഞ്ഞാൽ ആദ്യം വാട്ടറായിട്ട് മാറും. പിന്നെയും ആ ഹീറ്റിനെ ഹീറ്റിനെ ലോസ് ചെയ്യുകയാണെങ്കിൽ ഐസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ നീരാവിയിൽ നിന്നുണ്ടാവുന്ന പൊള്ളലൊക്കെ ഏറ്റവും കൂടുതൽ സീരിയസ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് വളരെ അപകടകരമായ പൊള്ളലായിട്ടാണ് മാറുന്നത് നീരാവി. കാരണം നീരാവി സ്റ്റീമിന് ഹൈ ഹീറ്റ് എനർജിയാണ്. നമ്മൾ വാട്ടറിനെ കാട്ടിയും കൂടുതൽ ഹീറ്റ് ഉള്ളത് സ്റ്റീമിനാണ്, ഹീറ്റ് എനർജി കൂടുതലായിട്ടുള്ളത്, ചൂട് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അവസ്ഥാമാറ്റം. സബ്സ്റ്റൻസസ് അണ്ടർഗോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് വെൻ ദേ അബ്സോർബ് ഓർ റിലീസ് അഡിക്വേറ്റ് ഹീറ്റ് എനർജി. അതായത് വസ്തുക്കൾ മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴും അവസ്ഥാമാറ്റത്തിന് വിധേയമാകും. അതായത് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. നമ്മൾ നേരത്തെ നോക്കി തന്നെ ഇപ്പോൾ വാട്ടറിൻ്റെ കേസിലാണെങ്കിൽ ആദ്യം ഐസ് എന്ന സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്, പിന്നെ വാട്ടർ എന്ന ലിക്വിഡ് സ്റ്റേറ്റ് അതായത് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു, പിന്നെ സ്റ്റീം എന്ന ഗ്യാഷ്യസ് സ്റ്റേറ്റിലോട്ട് അതായത് വാതകാവസ്ഥയിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്റ്റേറ്റിന് ചേഞ്ച് ചെയ്യുകയാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന അങ്ങനെ ചേഞ്ച് ചെയ്താണ് പോകുന്നത്. അതായത് ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കും പിന്നെ വാതകാവസ്ഥയിലേക്കും പോകുന്നു. അല്ലെങ്കിൽ തിരിച്ചും സംഭവിക്കാറുണ്ട്. വാതകത്തിൽ നിന്നും ചൂടിനെ വിട്ടുകളഞ്ഞതിന് ശേഷം ദ്രാവകാവസ്ഥയിലേക്ക് പോകുന്നു, പിന്നെയും താപത്തെ വിട്ടുകളഞ്ഞതിന് ശേഷം അതായത് ഖരാവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഓൺ അബ്സോർബിങ് ഹീറ്റ് എനർജി, അതായത് ചൂടിനെ അബ്സോർബ് ചെയ്യുമ്പോൾ ദ ചേഞ്ച് ഫ്രം എ സോളിഡ് സ്റ്റേറ്റ് ടു ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ദെൻ ടു ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ചൂടിനെ അബ്സോർബ് ചെയ്ത് ആദ്യം സോളിഡിൽ നിന്നും ലിക്വിഡ്, പിന്നെ ലിക്വിഡിൽ നിന്നും ഗ്യാഷ്യസ് സ്റ്റേറ്റ് അതായത് താപത്തെ സ്വീകരിച്ച് ആദ്യം ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കും പിന്നെ അവിടെ നിന്ന് വാതകാവസ്ഥയിലേക്കുമാണ് പോകുന്നത്. സബ്സ്റ്റൻസസ് ഗെറ്റ് കൺവേർട്ടഡ് ഫ്രം ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ടു ദ ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് ദെൻ ടു ദ സോളിഡ് സ്റ്റേറ്റ് ബൈ റിലീസിങ് ഹീറ്റ് എനർജി. ഇനി താപത്തെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തോട്ട് വിടുമ്പോൾ സംഭവിക്കുന്നത് ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലേക്കും പിന്നെ സോളിഡ് സ്റ്റേറ്റിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. അതായത് വാതകാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കും പിന്നെ ഖരാവസ്ഥയിലേക്കും പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിളായിട്ടാണ് നമ്മൾ നേരത്തെ ഐസും വാട്ടറും സ്റ്റീമിൻ്റെയും കേസ് വെച്ച് പറഞ്ഞത്. അത് വെച്ച് നമുക്ക് ഈ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഒരു ഫ്ലോ ചാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാട്ടറിൻ്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഐസ് ക്യൂബ് ചൂടിനെ അബ്സോർബ് ചെയ്ത് ഹീറ്റിനെ താപത്തെ സ്വീകരിച്ച് വാട്ടറായിട്ട് മാറുന്നു, ജലമായിട്ട് മാറുന്നു. പിന്നെ ഈ വാട്ടർ കുറച്ചും കൂടി ഹീറ്റിനെ അബ്സോർബ് ചെയ്തതിന് ശേഷം താപത്തെ സ്വീകരിച്ചതിന് ശേഷം സ്റ്റീം അല്ലെങ്കിൽ നീരാവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ നീരാവി താപത്തെ റിലീസ് ചെയ്യുക, പുറത്തോട്ട് വിടുമ്പോൾ സംഭവിക്കുന്നത് വാട്ടറായിട്ട് മാറുന്നു, പിന്നെയും വാട്ടറായിട്ട് മാറുന്നു. വീണ്ടും താപത്തെ റിലീസ് ചെയ്യുമ്പോൾ റിലീസസ് ഹീറ്റ് അതായത് താപം പുറത്തോട്ട് വിടുമ്പോൾ ഐസ് ക്യൂബായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈസ് എനർജി അബ്സോർബ്ഡ് ഓർ റിലീസ്ഡ് വെൻ സ്റ്റീം ഈസ് ചേഞ്ച്ഡ് ഇൻടു വാട്ടർ ആൻഡ് ദെൻ ഇൻടു ഐസ്. അതായത് നീരാവി ജലമായിട്ട് മാറുമ്പോൾ
താപത്തിനെ അബ്സോർബ് ചെയ്യുകയാണോ റിലീസ് ചെയ്യുക, താപം സ്വീകരിക്കുകയാണോ വിട്ടുകളയുകയാണോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഹീറ്റിനെ റിലീസ് ചെയ്യുകയാണ്, താപത്തിനെ വിട്ടുകളയുകയാണ് ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് among the three states has the maximum amount of energy? ഇതിൽ ഏത് അവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളതെന്നാണ്. ഐസ് ക്യൂബിനാണോ വാട്ടറാണോ സ്റ്റീമിനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സ്റ്റീം ആണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്, അതായത് നീരാവിക്കാണ് ഏറ്റവും കൂടുതൽ എനർജി. ഐസ് ക്യൂബ് ഹീറ്റിനെ അബ്സോർബ് ചെയ്തതിന് ശേഷം വാട്ടറായിട്ട്, അത് പിന്നെയും ഈ വാട്ടർ വീണ്ടും ഹീറ്റിനെ അബ്സോർബ് ചെയ്തതിന് ശേഷമാണ് സ്റ്റീമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ഉള്ള സ്റ്റീമിനാണ്. വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി? ഏറ്റവും കുറവ് എനർജി അപ്പോൾ ഐസ് ക്യൂബിനായിരിക്കും ഏറ്റവും കുറവ് എനർജി ആയിട്ടുള്ളത്. ഈ ചിത്രത്തിൽ നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തന്നിട്ടുണ്ട്, കിണ്ടി തന്നിട്ടുണ്ട്, അതേപോലുള്ള പാത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം സംഭവിക്കുന്നു. ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളായിരുന്നാലും ചൂട് കൊടുത്താണ് ഇപ്പോൾ കസേര പോലുള്ളതായിരുന്നാലും ബക്കറ്റ് പോലുള്ള വസ്തുക്കളായിരുന്നാലും ആക്കി മാറ്റുന്നത്. ഈ പാത്രങ്ങളുടെ കേസായിരുന്നാലും അതേപോലെയാണ്. ഇത് ഹീറ്റ് ചെയ്ത് ചൂട് അബ്സോർവ് ചെയ്ത് മെൽറ്റ് ചെയ്താണ് ഡിഫറെൻറ്റ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരുന്നത്, ഉരുക്കിയാണ് പല ഷേപ്പിലോട്ട് കൊണ്ടുവരുന്നത്. അവിടെ എല്ലാം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അതിൻ്റെ അവസ്ഥ മാറ്റമാണ് പ്രയോജനപ്പെടുത്തി പല വിധത്തിലുള്ള വസ്തുക്കളാക്കി മാറ്റുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടാതെ ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ സ്റ്റേറ്റ് ഓർ ഇൻ ഷേപ്പ്, അതായത് അവസ്ഥയിലോ രൂപത്തിലോ ഉണ്ടാകുന്ന മാറ്റവും തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യം ഹീറ്റിംഗ് സോളിഡ് ഘീ, അതായത് ഉറച്ച നെയ്യ് ചൂടാക്കുന്നു. അവിടെ ചൂടാക്കുമ്പോൾ ഇത് മെൽറ്റ് ചെയ്യുകയാണ്, ഉരുകുകയാണ് ചെയ്യുന്നത്. അടുത്ത കട്ടിംഗ് വെജിറ്റബിൾസ്, അതായത് വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ബിക്കം സ്മാളർ പീസസ്, ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ഹീറ്റിംഗ് PVC പൈപ്പ്, ഒരു PVC പൈപ്പ് ചൂടാക്കി ആ PVC പൈപ്പ് എക്സ്പാൻസ് എന്ന് പറഞ്ഞാൽ അത് വികസിക്കുകയാണ് ചെയ്യുന്നത്. PVC പൈപ്പ് ഒന്ന് വികസിക്കും ചൂടാക്കുമ്പോൾ. ഹീറ്റിംഗ് വാക്സ്, അതായത് മെഴുക് ചൂടാക്കുന്നു. മെഴുക് അറിയാം, മെഴുക് ചൂടായ മെഴുക് മെൽറ്റ് ചെയ്യുകയാണ്, ഉരുകുകയാണ് ചെയ്യുന്നത്. അടുത്ത ടിയറിംഗ് പേപ്പർ, പേപ്പർ കീറിയാൽ അത് നമുക്കറിയാം ബിക്കം സ്മാളർ പീസസ്, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ബ്രേക്കിംഗ് എ ബോട്ടിൽ, ഒരു ബോട്ടിൽ ഒരു കുപ്പി പൊട്ടിക്കുമ്പോൾ അതും നമുക്കറിയാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറുന്നു, ബിക്കം സ്മാളർ പീസസ്. അടുത്ത ഹീറ്റിംഗ് ലാക്ക്, അരക്ക് ചൂടാക്കുന്നു. അരക്ക് ചൂടാക്കുമ്പോൾ സംഭവിക്കുന്നത് ഉരുകുകയാണ് ചെയ്യുന്നത്, മെൽറ്റ് ചെയ്യുകയാണ് സംഭവിക്കുക. അടുത്ത ക്രംബ്ലിംഗ് പേപ്പർ, നമ്മളൊരു പേപ്പറിനെ ചുരുട്ടുമ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ ആകൃതി, ചേഞ്ചസ് ഷേപ്പ്, അതിൻ്റെ ഷേപ്പ് മാറുകയാണ് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആർ ന്യൂ സബ്സ്റ്റൻസസ് ഫോംഡ് ഇൻ എനി ഓഫ് ദ എബോവ് സിറ്റുവേഷൻ? ഇവിടെ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ പുതിയൊരു വസ്തു ഉണ്ടായോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒന്നിലും പുതിയൊരു വസ്തു ഉണ്ടായിട്ടില്ല. ഒന്നെങ്കിൽ മെൽറ്റ് ചെയ്യുന്നു, ഉരുകുന്നു, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മാറുന്നു. അല്ലാതെ പുതിയൊരു വസ്തു എങ്ങും ഉണ്ടായിട്ടില്ല. അപ്പം നോ എന്നാണ് ഉത്തരം, ഇല്ല. അടുത്തത്, വാട്ട് ആർ ദ ചേഞ്ചസ് ഓഫ് ദ സ്റ്റേറ്റ് ദാറ്റ് ഒക്കർ? ഇവിടെ എന്തിനൊക്കെയാണ് സ്റ്റേറ്റ് അവസ്ഥ മാറ്റം സംഭവിക്കുന്നത്? ഏതിനൊക്കെയാണ് അവസ്ഥ, അതിൻ്റെ അവസ്ഥ മാറ്റം ചെയ്യുന്നത്? ഒന്നെങ്കിൽ സോളിഡിൽ നിന്നും ഖരത്തിൽ നിന്നും ദ്രാവകമാവുന്നതോ അങ്ങനെയുള്ള ഷേപ്പ് ഏതിനൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, അതായത് അവസ്ഥാമാറ്റം ഉണ്ടാകുന്ന ഏതിനൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹീറ്റിംഗ് സോളിഡ് ഘീ, അതായത് ഒരു നെയ്യ് ഉരുക്കുമ്പോൾ നമുക്ക് അറിഞ്ഞു അത് മെൽറ്റ് ചെയ്യുന്നു, ഉരുകുന്നു, ഉരുകി ഒരു ലിക്വിഡ് സ്റ്റേറ്റിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അവസ്ഥാമാറ്റം സംഭവിക്കുന്നുണ്ട്. അടുത്ത് ഇനി സംഭവിക്കുന്നത് ഹീറ്റിംഗ് വാക്സ്, അതായത് മെഴുക് ചൂടാക്കുമ്പോഴും ഉരുകുകയാണ് ചെയ്യുന്നത്, മെൽറ്റ് ചെയ്യുകയാണ്, മെൽറ്റ് ചെയ്ത് അത് ലിക്വിഡായിട്ട് മാറുന്നു. ഹീറ്റിംഗ് ലാക്ക്, അരക്ക് ചൂടാക്കുമ്പോഴും മെൽറ്റ് ചെയ്ത് അത് ഉരുകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചിലർക്ക് സംശയം തോന്നാം, ഹീറ്റിംഗ് PVC പൈപ്പ്, ഒരു PVC പൈപ്പ് ചൂടാക്കുമ്പോൾ അത് ഉരുകുന്നില്ല, പകരം അത് എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, അത് വികസിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത, വിച്ച് among them involve a change in shape? ഇതിൽ ഏതിലൊക്കെയാണ് ഷേപ്പിന് ചേഞ്ച് വരുന്നത്, അതിൻ്റെ സൈസിന് ചേഞ്ച് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആകൃതിയിൽ ഏതിനൊക്കെയാണ് മാറ്റം വന്നിരിക്കുന്നത്? അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ PVC പൈപ്പ് നമ്മൾ ചൂടാക്കുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തു, അത് വികസിച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അവസ്ഥയ്ക്ക്, അതിൻ്റെ ആകൃതിക്ക്, അവസ്ഥയല്ല അതിൻ്റെ ആകൃതിക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. പിന്നെ ക്രംബ്ലിംഗ് പേപ്പർ, നമ്മളൊരു പേപ്പർ ചുരുട്ടിയപ്പോഴും അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്, അതിൻ്റെ ആകൃതിക്ക് വ്യത്യാസം വരികയാണ് ചെയ്തത്. നേരെ ഇരുന്ന പേപ്പർ റൗണ്ട് പോലുള്ള ഷേപ്പിലായി കാണും, അവസ്ഥയ്ക്ക് അതിൻ്റെ ഷേപ്പിന് ചേഞ്ച് വന്നു. അടുത്ത ലാസ്റ്റ്, വിച്ച് among them involve a change in size? ഇതിൽ ഏതിനാണ് വലുപ്പത്തിന് മാറ്റം വന്നതെന്ന് ചോദിച്ചാൽ, അതായത് വലുത് ചെറുതാവുകയും അങ്ങനെയൊക്കെ സംഭവിച്ചു. നമ്മൾ കട്ടിംഗ് വെജിറ്റബിൾസ് നോക്കിയാൽ മനസ്സിലാവും, ചെറിയ പീസസായി. പേപ്പർ കീറിയപ്പോൾ ചെറിയ പീസസായി. ബ്രേക്കിംഗ് എ ബോട്ടിൽ, ഒരു ബോട്ടിൽ പൊട്ടിച്ചപ്പോൾ, ഒരു കുപ്പി പൊട്ടിച്ചപ്പോഴും ചെറിയ പീസസായിട്ട് മാറുകയാണ് ചെയ്തത്. മാസ്റ്റേഴ്സ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. സംശയമുള്ള കൂട്ടുകാർ മാസ്റ്റേഴ്സ് ട്യൂഷൻ സെൻ്ററുമായി ബന്ധപ്പെടുക.